നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതെല്ലാം അവിടെ വന്നറിയാം. കാർ നിർണയിച്ചിട്ടുണ്ട്. ഇത്തവണത്തേക്ക് മാപ്പ്. മാപ്പ്? എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. റോബർട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഖാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാചുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല? ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണമോ? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തായിരിക്കും. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് എതിർക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. വെരി ഗുഡ്. നിന്റെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും എന്തെങ്കിലും പരീക്ഷണമുണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് ഒരു മനം മാറ്റത്തിന് കാരണം? എന്റെ ജോലി എന്താണെന്ന് പറയണം. വളരെ വിഷമം പിടിച്ചൊരു ജോലിയാണ് നിനക്ക് ചെയ്യാനുള്ളത്. സഹായത്തിന് ഖാദറിനെയും കൂട്ടിക്കോളൂ. എന്റെ ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെത്ര വിഷം പിടിച്ചതാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. എങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് രാത്രി കായൽക്കരയിലുള്ള മുളമ്പാലത്തിനടുത്ത് ഒരു ബോട്ട് വന്ന് നിൽക്കും. ഇതിന്റെ പകുതി ബോട്ടിൽ വന്നിറങ്ങിയ ആളുടെ കൈവശം കാണും. രണ്ടും ചേർത്ത് നോക്കിയ ശേഷം അയാൾ നിന്റെ കയ്യിൽ ഒരു പെട്ടി തരും. ആ പെട്ടി നീ ഇവിടെ എത്തിക്കണം. ഇത്രയുള്ളൂ. വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. എതിരാളിയുടെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടായേക്കാം. അക്രമങ്ങളെ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നത്. ആ, നിനക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം. വെരി ഗുഡ്. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നീ അവിടെ എത്തിയിരിക്കണം. ഓക്കെ? ശരി.